നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴൻ ഏതെല്ലാം രീതിയിലുള്ള സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനമാണ് നടത്തുന്നത്. ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു വിദ്യാർത്ഥിക്കും, അതുപോലെ സ്വന്തം ജാതകത്തിലെ വ്യാഴൻ്റെ സ്ഥിതി വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അറിവിൻ്റെ മായാജാലകം തുറന്നു തന്ന ഗുരുശ്രേഷ്ഠന്മാരുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ അറിവ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ബൃഹത്തനു പിംഗലമൂർധജേക്ഷണോ ബൃഹസ്പതി ശ്രേഷ്ഠമതി കപാത്മക. ശ്രീവരാഹമിഹിരാചാര്യരുടെ ബൃഹത് ജാതകം അഥവാ ഹോരാശാസ്ത്രം എന്ന പരമപുണ്യമായ ഗ്രന്ഥത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് പ്രസിദ്ധമായ ഈ 2 വരികൾ. യാതൊരു ജ്യോതിഷ വിദ്യാർത്ഥിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഈ ശ്ലോകം ചൊല്ലാതെ തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. വലുതായിരിക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്നവനും പിങ്കല നിറത്തോടു കൂടിയ തലമുടിയും കണ്ണുകളോടു കൂടിയിട്ടുള്ളവനും ശ്രേഷ്ഠമായ ബുദ്ധിയോടു കൂടിയിട്ടുള്ളവനും കഫപ്രകൃതിയുള്ളവനുമാകുന്നു ബൃഹസ്പതി. പിങ്കല നിറമെന്നാൽ ചെമ്പിൻ്റെ നിറം എന്നാണ്, ചെമ്പിച്ച നിറം എന്നാണ്. ബൃഹസ്പതി എന്നാൽ വ്യാഴമാണ്. നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹമാണല്ലോ വ്യാഴം. ഇന്ന് നമ്മൾ ഈ വ്യാഴൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പോവുകയാണ്. ജ്ഞാനം സദ്ഗുണമാത്മജം ച സജീവം സ്വാചാരമാചാര്യകം മാഹാത്മ്യം ശ്രുതിശാസ്ത്രതി സ്മൃതിമതിം സർവോന്നതിം സദ്ഗതിം ദേവബ്രാഹ്മണഭക്തി അദ്വരതവ ശ്രദ്ധാജകോശസ്ഥലം പൈദുഷ്യം വിജിതേന്ദ്രിയം തവസുഖം സമ്മാന വിദ്യാദശ. മന്ത്രേശ്വരൻ്റെ ഫലദീപികയിൽ വ്യാഴൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനവും നല്ലതായ ഗുണങ്ങളും സ്വന്തം പുത്രന്മാരും കാര്യോപദേഷ്ടാവും വിവിധ തരത്തിലുള്ള ധർമാധിഷ്ഠിതമായ ആചാരങ്ങളും ആചാര്യന്മാരും ശ്രേഷ്ഠതയും വേദങ്ങൾ ശാസ്ത്രങ്ങൾ മുതലായ കാര്യങ്ങളിലുള്ള അറിവുകളും ഓർമ്മശക്തി ബുദ്ധിശക്തി എല്ലാവിധത്തിലുണ്ടാകുന്ന ഉയർച്ചകൾ നല്ല രീതിയിലുള്ള പ്രവൃത്തികൾ ദേവന്മാരോടും ബ്രാഹ്മണന്മാരോടുമുള്ള ഭക്തി യാത്രകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തപസ് പോലെയുള്ള കാര്യങ്ങൾ ധനം സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ പാണ്ഡിത്യം ഇന്ദ്രിയങ്ങളെ ജയിക്കുവാനുള്ള കഴിവ് സമ്മാനങ്ങൾ മുതലായ കാര്യങ്ങൾ വ്യാഴനെ കൊണ്ട് ചിന്തിക്കണം. ജാതകത്തിൽ വ്യാഴൻ നല്ല നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴദശയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പുരാണങ്ങളിൽ ബ്രഹ്മദേവൻ്റെ പുത്രനായ അങ്കിരസ് മഹർഷിക്ക് ശ്രദ്ധയിൽ ജനിച്ച പുത്രനാണ് വ്യാഴം. വ്യാഴത്തിന് ബൃഹസ്പതി എന്നൊരു പേര് കൂടിയുണ്ട്. അതികഠിനമായ തപശക്തിയിലൂടെ അത്ഭുതകരമായ അറിവും ജ്ഞാനവും ദിവ്യശക്തിയും ഒക്കെ നേടിയെടുത്ത ബൃഹസ്പതി തൻ്റെ അറിവിലൂടെയും ജ്ഞാനത്തിലൂടെയും ദേവഗുരു എന്ന സ്ഥാനത്തിന് അർഹനായി തീർന്നു. ബൃഹസ്പതിയെ വന്ദിക്കാതെ ഒരു ദേവനും ഇന്ദ്രസദസ്സിൽ വന്നിരിക്കുവാൻ കഴിയില്ല, ദേവേന്ദ്രന് പോലും. അറിവിലൂടെയും ജ്ഞാനത്തിലൂടെയും ദേവന്മാരുടെ ഗുരുവായി തീർന്ന ബൃഹസ്പതി തൻ്റെ അഭൗമമായ ബുദ്ധിശക്തിയിലൂടെ ദേവന്മാരുടെ ഉപദേഷ്ടാവുമായി തീർന്നു. ജ്ഞാനത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും കാര്യത്തിൽ ബൃഹസ്പതി 1-ാം സ്ഥാനത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പുരോഹിതന്മാരിൽ ഞാൻ ബൃഹസ്പതിയാണെന്ന് പറഞ്ഞത്. ബൃഹസ്പതിക്ക് ഇത്രയും പരമോന്നതമായ സ്ഥാനം നൽകിയത് ഭഗവാൻ ശ്രീ പരമേശ്വരനാണ്. പ്രഭാസ് തീരത്ത് തപസ്സനുഷ്ഠിച്ച ബൃഹസ്പതിക്ക് ശ്രീ മഹാദേവനാണ് ദേവന്മാരുടെ ആചാര്യസ്ഥാനവും നവഗ്രഹങ്ങളിൽ പ്രമുഖമായ ഒരു സ്ഥാനവും നൽകിയത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ താൻ ബൃഹസ്പതിയെ പോലെയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാം ബൃഹസ്പതി ആരാണെന്നുള്ള കാര്യം. ജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും അവസാന വാക്കാണ് ബൃഹസ്പതി. നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴം ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വ്യാഴൻ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വ്യാഴൻ കഫപ്രകൃതമാണ്. ശരീരത്തിലെ കൊഴുപ്പിനെയും വ്യാഴൻ സൂചിപ്പിക്കുന്നു. ലഗ്നത്തിലൊക്കെ വ്യാഴൻ നിൽക്കുന്ന വ്യക്തികൾ അല്പം തടി കൂടുതലുള്ളവരായിരിക്കും. വ്യാഴന് ജാതകത്തിൽ ബലമുള്ളവർക്കും ഈ പ്രത്യേകതകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഇവർ എത്ര ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ കൂടിയും എത്ര വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും അല്പം കുടവേർ ചാടാൻ ഇടയുണ്ട്. വ്യാഴന് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ പല കാര്യങ്ങളുടെയും കാരകത്വങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഇത്രയും കാരകത്വങ്ങളുള്ള മറ്റൊരു ഗ്രഹവും ഇല്ല തന്നെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ
സുഖവും സന്തോഷവും സമാധാനവും നിലനിന്ന് പോകണമെങ്കിൽ അയാളുടെ ജാതകത്തിൽ നല്ലൊരു വ്യാഴൻ ഉണ്ടായേ പറ്റൂ. വ്യാഴൻ ഒരു വ്യക്തിക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക നിലവാരവും ഉന്നതമായ വിദ്യാഭ്യാസവും ആധ്യാത്മികമായ കാഴ്ചപ്പാടും നല്ല വിവാഹം, നല്ല കുട്ടികൾ, നല്ല തൊഴിൽ തുടങ്ങി മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന ഒട്ടുമിക്ക നല്ല കാര്യങ്ങളുടെയും കാരകത്വം വഹിക്കുന്നു. ഒരാൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ അയാളുടെ ജാതകത്തിൽ നല്ലൊരു വ്യാഴം വേണം. വിദ്യയുടെ കാരകൻ തീർച്ചയായും ബുധൻ തന്നെയാണ്. എന്നാൽ അത് ഡിഗ്രികൾ പോലെ സർട്ടിഫിക്കറ്റ് അധിഷ്ഠിതമായ വിദ്യകളാണ്. വ്യാഴൻ്റെ സ്ഥാനം അതിലും ഒരുപടി മേലെയാണ്. ബുധൻ ബുദ്ധിയുടെ കാരകനാണെങ്കിൽ വ്യാഴം ജ്ഞാനത്തിൻ്റെ കാരകനാണ്. ബുദ്ധിയിൽ നിന്നും വിദ്യയിൽ നിന്നും പ്രായോഗിക ജീവിതത്തിൽ നിന്നും ആധ്യാത്മികതയിൽ നിന്നും ഒക്കെ നമ്മൾ ആർജിക്കുന്ന ഒന്നാണ് ജ്ഞാനം. അത് കേവലം പുസ്തകങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് ആർജിക്കാനാവില്ല. അതിലുമപ്പുറം നമ്മൾ ഇടപഴകുന്ന ആൾക്കാരിൽ നിന്നും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഗുരുമുഖത്തു നിന്നും ഒക്കെ നമ്മൾ ആർജിക്കുന്ന ഒന്നാണത്. വ്യാഴൻ്റെ സ്വാധീനമുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ തിളക്കം കാണാനാകും. വ്യാഴൻ ഒരു വ്യക്തിക്ക് വളരെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നിലവാരം നൽകുന്നു. ചന്ദ്രൻ നിത്യവുമുള്ള വേതന വ്യവസ്ഥകളെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു ശരാശരി മനുഷ്യന് ജീവിച്ചു പോകുവാൻ ചന്ദ്രൻ ബലവാനായിരുന്നാൽ മതിയാകും. എന്നാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം വേണമെങ്കിൽ, അതായത് സമൂഹത്തിൽ അത്യാവശ്യം നല്ല നിലയിൽ ജീവിച്ചു പോകുവാൻ ജാതകത്തിൽ ശുക്രൻ നല്ല നിലയിൽ ഉണ്ടായിരുന്നാൽ മതിയാകും. എന്നാൽ വ്യാഴൻ്റെ സ്ഥിതി അതല്ല. വ്യാഴൻ ഹ്യൂജ് മണിയെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് അളവറ്റ ധനത്തെ. വ്യാഴൻ ഖജനാവിനെയും ബാങ്കിലെ ലോക്കറിനെയും സൂചിപ്പിക്കുന്നു. എല്ലാ പണമിടപാട് സ്ഥാപനങ്ങളെയും ബാങ്കുകളെയും വ്യാഴനാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം നല്ല നിലയിൽ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അയാളുടെ ജാതകത്തിൽ വ്യാഴന് ബലമുണ്ടായിരിക്കണം. എത്രയൊക്കെ കഴിവുകളുണ്ടെന്ന് പറഞ്ഞാലും ആ കഴിവുകൾക്കുപരി ഒരു ഭാഗ്യവും കൂടി ഉണ്ടായിരിക്കണം. എങ്കിലേ പഠിച്ച വിദ്യയിൽ നമുക്കെന്തെങ്കിലും ആയിത്തീരുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാഗ്യത്തെ തരുന്നത് വ്യാഴമാണ്. വ്യാഴൻ ഈശ്വരൻ്റെ കാരകത്വമുള്ള ഒരു ഗ്രഹമാണ്. നമുക്ക് നല്ല രീതിയിൽ ഈശ്വരാനുകൂല്യം ലഭിക്കണമെങ്കിൽ ജാതകത്തിൽ നല്ലൊരു വ്യാഴം അത്യാവശ്യമാണ്. ജാതകത്തിൽ വ്യാഴന് ബലമില്ലെങ്കിൽ വ്യാഴൻ കാരകത്വം നൽകുന്ന എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നതാണ്. നമുക്ക് നല്ലൊരു കർമ്മമണ്ഡലം വേണമെങ്കിൽ നമ്മുടെ വ്യാഴൻ ബലവാനായിട്ട് നിൽക്കണം. കർമ്മത്തിൻ്റെ കാരകൻ ശനിയാണെങ്കിലും കർമ്മമണ്ഡലത്തിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ വ്യാഴൻ്റെ സഹായം കൂടിയേ കഴിയൂ. വ്യാഴൻ സേവിങ്സിനെ കാണിക്കുന്നതിനാൽ ഭദ്രമായ ഒരു സേവിങ്സിന് നല്ലൊരു വ്യാഴൻ തന്നെ വേണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനം നല്ല അധ്യാപകരെ ലഭിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കഴിവും പോരായ്മകളും കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ട വിധത്തിൽ അറിവ് പകർന്നു തരുന്ന അധ്യാപകർ ഏതൊരു വിദ്യാർത്ഥിയുടെയും ഭാഗ്യമാണ്. ഇത്തരത്തിലുള്ള അധ്യാപകരെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ജാതകത്തിലെ വ്യാഴനും നന്നായിരിക്കണം. ഇല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകരിൽ നിന്നും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ചില കുട്ടികളോട് അധ്യാപകർ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ടിട്ടില്ലേ? എന്നാൽ അതേ അധ്യാപകർ തന്നെ വേറെ ചില കുട്ടികളോട് വളരെ മോശമായി പെരുമാറാറുമുണ്ട്. ഇവിടെയും പ്രശ്നം വ്യാഴൻ തന്നെയാണ്. ജാതകത്തിൽ വ്യാഴൻ എവിടെ നിന്നാലും ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഇരട്ടിപ്പിക്കുന്നു. എന്നാൽ വ്യാഴൻ നിൽക്കുന്ന ഭാവം ഏതാണെന്ന് കൂടി നോക്കണം. വ്യാഴൻ വക്രത്തിലോ മൗഢ്യത്തിലോ നീചത്തിലോ നിൽക്കുന്നത് നല്ലതല്ല. മാത്രമല്ല 3, 6, 8, 12 ഭാവങ്ങൾ വ്യാഴന് ശുഭകരമായ ഭാവങ്ങളല്ല. എന്നാൽ ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴൻ 100% മോശം എന്നല്ല അർത്ഥം. വ്യാഴൻ വക്രത്തിലോ നീചത്തിലോ മൗഢ്യത്തിലോ ഒരു ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് ഒരു സുതാര്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാ വ്യക്തികളുടെയും ജാതകത്തിൽ വ്യാഴനുണ്ടാകും. സൽഗുണസമ്പന്നനായ ഒരു സന്യാസിയുടെ ജാതകത്തിലും അതിക്രൂരനായ ഒരു കൊടും കുറ്റവാളിയുടെ ജാതകത്തിലും വ്യാഴനുണ്ടാകും. എന്നാൽ ഈ രണ്ട് കൂട്ടരുടെയും ജാതകത്തിൽ വ്യാഴൻ്റെ പൊസിഷനിൽ വ്യത്യാസമുണ്ടാകും. അതുമാത്രമല്ല മറ്റു ഗ്രഹങ്ങൾ അയാളുടെ ജാതകത്തെ സ്വാധീനിക്കുന്ന രീതികൾക്കും വ്യത്യാസമുണ്ടാകും. ഒരു ഗ്രഹത്തിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് കൊണ്ട് മാത്രം നമുക്ക് ഒരു ഫലം ഉറപ്പിച്ച് പറയുവാൻ സാധിക്കില്ല. പല ഗ്രഹങ്ങളുടെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വാർത്തെടുക്കുന്നത്. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു ദിശയാണ് വ്യാഴദിശ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭനായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. ഇനി ജാതകത്തിൽ ഈ ഗ്രഹം വളരെ മോശമായ സ്ഥിതിയിലാണെങ്കിൽ കൂടിയും വ്യാഴൻ്റെ ദിശയിലും അന്തർദിശയിലും നമുക്ക് 100% നെഗറ്റിവിറ്റി ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം.
വ്യാഴം 6, 8, 12 ഭാവങ്ങളിലാവുകയും അത് ശത്രുവിൻ്റെ രാശിയായി വരികയും ചെയ്താൽ വ്യാഴം നമുക്ക് തൻ്റെ ദിശയിലും അന്തർദിശയിലും കുറേയേറെ ബുദ്ധിമുട്ടുകൾ കൊണ്ടുതരും എന്നുറപ്പാണ്. എന്നാൽ ഈ വ്യാഴം തന്നെ നമുക്ക് ചില നല്ല ഫലങ്ങളും തരാറുണ്ട്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ വ്യാഴന് മോശമായ ഒരു പ്ലേസ്മെൻ്റാണുള്ളതെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദിശ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ നേരിടാൻ ഒരു തയ്യാറെടുപ്പ് നമുക്ക് നടത്തേണ്ടതുണ്ട്. വ്യാഴം 100% ഒരു സ്പിരിച്വൽ ഗ്രഹമാണ്. വളരെയേറെ ധാർമ്മിക ബോധം ഉള്ള ഒരു ഗ്രഹവുമാണ്. അപ്പോൾ ഈ വ്യാഴദശാകാലത്ത് നമ്മുടെ ഉള്ളിലെ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ കൂടുതലും ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടണം. ധാർമ്മികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ദൈവീകപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും പൂജകളിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും വേണം. നമ്മുടെ ഉള്ളിലെ ആധ്യാത്മികത ഉണർന്നു വരികയും ആ ആധ്യാത്മികത ദശാനാഥൻ്റെ ആത്മീയതയുമായി സിങ്ക് ചെയ്തു പോകുന്നതുമാണ്. ഇനി ഒരു പക്ഷേ വ്യാഴൻ ജാതകത്തിൽ മോശമായ ഒരു പ്ലേസ്മെൻറ്റിലാണെങ്കിൽ കൂടിയും വ്യാഴദശയിൽ നിങ്ങൾക്ക് വലിയ പരുക്കുകളൊന്നും പറ്റാനിടയില്ല. പക്ഷേ ഈ വ്യാഴൻ്റെ ദിശയിൽ തന്നെ മറ്റു ഗ്രഹങ്ങളുടെ കൂടെ അന്തർദശകൾ വരുമെന്നിരിക്കെ ആ ഗ്രഹങ്ങളുടെയും സ്വാധീനം അതാത് ഗ്രഹങ്ങളുടെ അന്തർദശാകാലത്ത് അനുഭവത്തിൽ വരുന്നതാണ്. എങ്കിലും ആ അന്തർദശകളെല്ലാം വ്യാഴൻ്റെ കൂടി അധീനതയിലായതുകൊണ്ട് ആത്മീയതയിലും ധർമ്മത്തിലും ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളെ അവ സാരമായി ബാധിക്കാറില്ല. എന്നാൽ നിങ്ങളുടെ ആത്മീയതയും സത്യസന്ധതയും ഏറ്റവും അധികം പ്യൂരിറ്റി ഉള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നുള്ളൂ. അതല്ല മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു പ്രകടനം മാത്രമാണെങ്കിൽ അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്ന കാര്യവും ഓർക്കണം. വ്യാഴദശയിൽ ആദ്യമായിട്ട് വരുന്നത് വ്യാഴൻ്റെ തന്നെ അന്തർദശയാണല്ലോ. വ്യാഴൻ്റെ പൊസിഷൻ ജാതകത്തിൽ നല്ല നിലയിലാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെയേറെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ വ്യാഴം മോശം അവസ്ഥയിലാണ് നിങ്ങളുടെ ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അനുഭവങ്ങളും വളരെ മോശമായിരിക്കും. ഒരു വ്യക്തിയുടെ വ്യാഴദശയിലെ വ്യാഴൻ്റെ തന്നെ അന്തർദശ വെച്ച് ആ ദശാകാലം മുഴുവനും നമുക്ക് എങ്ങനെയായിരിക്കും എന്നൊരു ഏകദേശ ധാരണ നമുക്കുണ്ടാകുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ സത്യസന്ധതയുള്ള ഒരു തൊഴിലാണോ? നമ്മൾ കാരണം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തിയാണ് നാളിതുവരെ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളതെങ്കിൽ അതെല്ലാം നിർത്തിവെക്കണം. എന്നിട്ട് ജനോപകാരപ്രദമായ പ്രവൃത്തികൾ ചെയ്യണം. വ്യാഴദശയ്ക്ക് മുമ്പ് കടന്നുപോയ ദശ രാഹുവിൻ്റെ ദശയാണല്ലോ. രാഹുദശ 18 വർഷവുമായിരുന്നു. ഈ രാഹു സുതാര്യതയിലൊന്നും വിശ്വാസമുള്ള ആളല്ല. രാഹുവിന് ലക്ഷ്യം മാത്രമാണ് പ്രധാനം, മാർഗം വിഷയമല്ല. ഏതു വിധേയനെയും സ്വന്തം ആഗ്രഹം സാധിപ്പിച്ചെടുക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു, ഒരു മായാജാലക്കാരൻ. ഈ രാഹു ചിലപ്പോൾ നമ്മെ വഴിവിട്ട പല കർമ്മങ്ങൾക്കും പ്രേരിപ്പിച്ചു എന്നിരിക്കും. നമ്മൾ അതിൽ വശമതരായി പോയി എന്നും ഇരിക്കും. അത് മനുഷ്യ സഹജവുമാണ്. എന്നാൽ ഇനി അത് പാടില്ല. കാരണം ഇവിടെ നിങ്ങളെ ഭരിക്കുന്നത് വ്യാഴനാണ്, സർവേശ്വരകാരകനാണ്. രാഹു ഒരു ആസുരിക ശക്തിയാണെങ്കിൽ വ്യാഴൻ സാക്ഷാൽ ശ്രീഹരി തന്നെയാണ്. രാഹുദശ അവസാനിക്കുന്നതായ കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും കണ്ടു തുടങ്ങും. പല നഷ്ടങ്ങളും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അതുവരെയുള്ള ജീവിതത്തിൻ്റെ നിലവാരം വിലയിരുത്തി നോക്കുകയും ഒരുപാട് തിരുത്തലുകൾ വരുത്തുകയും ചെയ്യണം. പ്രായശ്ചിത്തങ്ങളും ചെയ്യണം. അതിനുശേഷം മാത്രം ആത്മീയതയിലേക്കും ധാർമ്മികതയിലേക്കും മനസ്സിനെ ക്രമേണ തിരിച്ചുവിടണം. അങ്ങനെ ഒരു പരിവർത്തനത്തിന് നമ്മൾ വിധേയനായി കഴിഞ്ഞാൽ അടുത്ത വരുന്ന നീണ്ട 16 വർഷക്കാലത്തേക്കുള്ള വ്യാഴദശയിലേക്ക് കടക്കാൻ നമ്മൾ സന്നദ്ധരായി കഴിഞ്ഞിരിക്കും. ഈ 16 വർഷത്തെ വ്യാഴദശ നിങ്ങളെ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനാക്കി തീർക്കുകയും ചെയ്യും. അങ്ങനെ ഉത്കൃഷ്ടനായ നിങ്ങൾക്ക് സുദീർഘമായ 19 വർഷത്തെ ശനിദശയിലേക്ക് സധൈര്യം പ്രവേശിക്കാം. വ്യാഴദശയിലൂടെ പരിശുദ്ധനായി തീർന്ന ഒരു വ്യക്തിയെ ശനി തൻ്റെ സ്വന്തം ദിശയിലേക്ക് സന്തോഷപൂർവ്വം 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. അവരെ ഈ ശനി വലിയ പോറലുകളൊന്നും ഏൽപ്പിക്കാതെ പരിരക്ഷിക്കുകയും ചെയ്യും. മറിച്ച് വ്യാഴദശയിൽ അധാർമികതയെയും ഈശ്വരന് നിരക്കാത്ത കാര്യവും ചെയ്തിട്ട് ശനിദശയിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. ഭൂമിയിലെ നരകം എന്താണെന്ന് അയാൾ ശരിക്കും മനസ്സിലാക്കും. ശനി ഈ ജന്മത്തിലെ മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ കർമ്മങ്ങളുടെ കണക്കെടുപ്പും നടത്തുന്നതാണ്. കാരണം ശനി കർമ്മത്തിൻ്റെ ദേവനാണ്, ന്യായാധിപനുമാണ്. വ്യാഴദശയിൽ വ്യാഴൻ്റെ അന്തർദശ കഴിഞ്ഞ് വരുന്നത് 2 വർഷവും 6 മാസവും 12 ദിവസവും നീണ്ടു നിൽക്കുന്ന ശനിയുടെ അന്തർദശയാണ്. വ്യാഴദശയിൽ വ്യാഴൻ്റെ തന്നെ അന്തർദശ 2 വർഷവും 1 മാസവും 18 ദിവസവുമാണ്. വ്യാഴദശയിൽ വരുന്ന ശനിയുടെ അന്തർദശ
അല്പം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞത് തന്നെയായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ശനി കഴിഞ്ഞ ജന്മത്തിലെയും ഈ ജന്മത്തിലെയും കണക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ. എങ്കിലും ശനിദശയുടെ അത്രയും തന്നെ കാഠിന്യം ഈ അന്തർദശാകാലത്ത് ഉണ്ടാകുന്നില്ല. കാരണം ശനി ഇവിടെ വ്യാഴൻ്റെ മേൽനോട്ടത്തിലാണ് ഭരണം നടത്തുന്നത്. വ്യാഴൻ്റെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നതാണ്. ശനി നമ്മോട് കാണിക്കുന്നത് നീതിപൂർവമാണോ എന്ന് വ്യാഴൻ പരിശോധിക്കും. എന്നാൽ ജാതകത്തിൽ വ്യാഴൻ്റെ സ്ഥിതി മോശമാണെങ്കിൽ വ്യാഴദശയിലെ ശനിയുടെ അന്തർദശാകാലം അത്ര ശോഭനീയമായിരിക്കുകയില്ല. ഇവിടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ശനി അനിഷ്ടസ്ഥാനങ്ങളായ 6, 8, 12 നിൽക്കുന്നത്, ശത്രുവിൻ്റെ രാശിയിലാണോ, ശത്രുവിൻ്റെ നക്ഷത്രത്തിലാണോ എന്നൊക്കെ നോക്കണം. അതുപോലെ നീചം, മൗഢ്യം, വക്രം എന്നിവ ശനിക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നും നോക്കണം. ഇങ്ങനെയുള്ള ശനി നല്ലൊരു വ്യാഴൻ്റെ ദിശയാണെങ്കിൽ കൂടിയും കുറച്ച് ബുദ്ധിമുട്ടുകൾ തരുന്നതാണ്. 6 ഒരു ഉപജയസ്ഥാനമാണ്. 6ലെ ശനി അപ്പോൾ നല്ല ഫലത്തെ തരില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ 6ലെ ശനി എല്ലാ കാര്യങ്ങൾക്കും നന്നല്ല എന്നാണ് പറയാനുള്ളത്. ജാതകത്തിൽ വ്യാഴനും ശനിയും തമ്മിൽ ബലമായിട്ട് നിൽക്കുന്നവർക്ക് സ്പിരിച്വാലിറ്റിയിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ടായിരിക്കും. വ്യാഴനും ശനിയും തമ്മിൽ 5, 9 ബന്ധം വരികയോ ഒരാൾ മറ്റേയാളിൻ്റെ നക്ഷത്രത്തിലിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വ്യാഴദശയിൽ ശനിയുടെ അപകാരകാലത്ത് ആ വ്യക്തി ആത്മീയമായ രീതിയിൽ വളരെ ഉയർന്ന തലത്തിൽ എത്തിച്ചേരുന്നതാണ്. വ്യാഴദശയിൽ ശനിയുടെ അന്തർദശ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബുധൻ്റെ അന്തർദശയാണ്. ബുധൻ്റെ അന്തർദശ 2 വർഷവും 3 മാസവും 6 ദിവസവുമാണ്. വ്യാഴദശയിൽ ബുധൻ്റെ അന്തർദശാകാലം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ബുധൻ ഒരു ശുഭഗ്രഹമാണ്, വ്യാഴനും ശുഭഗ്രഹമാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊരു നല്ല കാലഘട്ടമായിരിക്കും എന്നാണ് ഒറ്റ നോട്ടത്തിൽ തോന്നുക. എന്നാൽ അങ്ങനെയല്ല. വ്യാഴനും ബുധനും തമ്മിൽ അത്ര നല്ലൊരു ബന്ധമല്ല. അപകാരനാഥനായ ബുധന് വ്യാഴം ശത്രുവോ മിത്രമോ അല്ല. എന്നാൽ ദശാനാഥനായ വ്യാഴൻ്റെ കണ്ണിൽ ബുധൻ ശത്രുവാണ്. ആ നിലയിൽ വ്യാഴദശയിലെ ബുധൻ്റെ അന്തർദശയിൽ ചില്ലറ പ്രശ്നങ്ങളുണ്ടാകാൻ ഇടയുണ്ട്. എങ്കിലും ശനിയുടെ അത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമില്ല. ബുദ്ധിപരമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. അധ്യാപകരിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നുമൊക്കെ ചില ഇഷ്യൂസും ഉണ്ടാകാം. കൂടുതലും ഉപരിപഠനം ചെയ്യുന്നവരിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ കാലത്ത് അവരവർ വിശ്വസിക്കുന്ന ദേവതമാരിൽ കൂടുതൽ വിശ്വാസമർപ്പിക്കുകയും പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ മുതലായവ ചെയ്യുന്നതും നല്ല റിസൾട്ട് തരുന്നതുമാണ്. ഈ കാലത്ത് ഗുരുജനങ്ങളെ ആദരിക്കുക, നമ്മേക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കുക എന്നിവയൊക്കെ ചെയ്യുക. ഇത് ഏത് കാലഘട്ടത്തിലും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ചെയ്യുക. വ്യാഴദശയിൽ കേതുവിൻ്റെ അപകാരവും അല്പം ബുദ്ധിമുട്ട് കൊണ്ടു തരുന്നതാണ്. കേതു ഒരു പാപഗ്രഹമാണ്, ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹവുമാണ്. വ്യാഴനും കേതുവും തമ്മിൽ വലിയ ശത്രുതയില്ലെന്നാണ് അഭിപ്രായം. എന്നാൽ ഇവർ തമ്മിൽ ബന്ധുക്കളുമല്ല. ഇവിടെ ജാതകത്തിൽ കേതുവിൻ്റെ സ്ഥാനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. കേതു നല്ല നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ ദോഷം വരുമെന്ന് തോന്നുന്നില്ല. എങ്കിലും കേതു വ്യാഴത്തിൻ്റെ 6, 8, 12 വരാൻ പാടില്ല. എന്നാൽ ജാതകത്തിൽ കേതു 12 നിൽക്കുന്നത് ആത്മീയതയാണ് സൂചിപ്പിക്കുന്നത്. കേതുവിന് ആത്മീയതയുടെയും കൂടി ഒരു സ്വഭാവമുള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആത്മീയത വർദ്ധിപ്പിക്കുകയാണ് ഏക പോംവഴി. മെഡിറ്റേഷനും യോഗയുമൊക്കെ വ്യാഴദശയിലെ കേതു അന്തർദശയിൽ വളരെ പ്രയോജനപ്രദമാണ്. എങ്കിലും കേതു അന്തർദശയിൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ വ്യാഴദശയിലെ കേതുവിൻ്റെ അന്തർദശയിൽ ഒരു കരുതൽ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴദശയിലെ കേതുവിൻ്റെ അന്തർദശാകാലം 11 മാസവും 6 ദിവസവുമാണ്. വ്യാഴദശയിൽ കേതുവിൻ്റെ അന്തർദശ കഴിഞ്ഞാൽ വരുന്ന ശുക്രദശ ജാതകന് ലൗകിക ജീവിതത്തിൽ ചില നേട്ടങ്ങളും ഭൗതിക സുഖങ്ങളും കൊടുക്കുന്നതാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടത്, വ്യാഴൻ ദേവഗുരുവും ശുക്രൻ അസുരഗുരുവുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ അത്ര നല്ല ഒരു ബന്ധമല്ല ഉള്ളത്. പരസ്പരം വിരുദ്ധങ്ങളായ 2 ആദർശങ്ങളുടെ വക്താക്കളാണ് അവർ. എങ്കിൽ തന്നെയും രണ്ടുപേരും ആചാര്യന്മാരുമാണ്. അതിൻ്റേതായ മാന്യത അവർ തമ്മിൽ ഉണ്ടായിരിക്കും. ജാതകത്തിൽ വ്യാഴനും ശുക്രനും തമ്മിൽ നല്ല ബന്ധമാണെങ്കിൽ വ്യാഴദശയിലെ ശുക്രൻ്റെ അന്തർദശാകാലം നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. അതായത് ഒരു ഗ്രഹം നിൽക്കുന്നതിൻ്റെ 2, 3, 4, 10, 11, 12 എന്നീ ഭാവങ്ങളിലാണ് മറ്റേ ഗ്രഹം നിൽക്കുന്നതെങ്കിൽ അവർ തമ്മിൽ തൽക്കാല മിത്രങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള ദശ അന്തർദശാകാലങ്ങൾ ദോഷകരമായി തീരുന്നില്ല. എങ്കിലും ജാതകവശാൽ ആ ഗ്രഹം ദോഷകാരിയാണോ എന്നും നോക്കണം. വ്യാഴദശയിലെ ശുക്രൻ്റെ അന്തർദശ 2 വർഷവും 8 മാസവുമാണ്. ശുക്രൻ്റെ അന്തർദശ കഴിഞ്ഞാൽ സൂര്യൻ്റെ അന്തർദശയാണ് വരുന്നത്. സൂര്യൻ്റെ അന്തർദശ 9 മാസവും 18 ദിവസവുമാണ്. ഇവിടെ സൂര്യനും വ്യാഴനും മിത്രങ്ങളാണ്. രണ്ടും ആത്മീയത ഉണർത്തുന്ന ഗ്രഹവുമാണ്. എങ്കിലും
സൂര്യൻ അതിതീക്ഷ്ണമായ ഒരു ഗ്രഹമാണ്. അതിനാൽ ഈ കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കുന്നു. ഈ കാലത്ത് ഉഷ്ണസംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം. സൂര്യൻ ഒരു പാപഗ്രഹമാണ്. എങ്കിലും ശനിയെപ്പോലെയോ ചൊവ്വയെപ്പോലെയോ രാഹുകേതുക്കളെപ്പോലെയോ പാപത്വം സൂര്യനില്ല. ജാതകത്തിൽ സൂര്യൻ വ്യാഴനിൽ നിന്നും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നല്ല ഫലം പ്രതീക്ഷിക്കാം. പിതാവിൽ നിന്നുമൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പിതാവിന് നല്ല അനുഭവങ്ങൾ വന്നു ചേരാം. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ഒരു തൊഴിൽ ലഭിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ ജാതകത്തിലെ സൂര്യൻ്റെ സ്ഥിതി കൂടി അറിയണം. ജാതകത്തിൽ ഈ സൂര്യൻ വ്യാഴന് മൗഢ്യമൊന്നും കൊടുക്കുവാൻ പാടില്ല, എങ്കിൽ അനുഭവം മോശമാകാം. വ്യാഴദിശയിൽ സൂര്യൻ്റെ അപകാരകാലത്ത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വയറിന് അസുഖങ്ങളും ഉണ്ടാകാം. വ്യാഴദിശയിൽ ചന്ദ്രൻ്റെ അപകാരം വരുമ്പോൾ നമുക്ക് മാനസികമായി ഒരു ഇൻബാലൻസിങ് ഉണ്ടാകാനിടയുണ്ട്. കാരണം ചന്ദ്രൻ മനകാരകനാണ്. ചന്ദ്രൻ ജാതകത്തിൽ 6, 8, 12 ഭാവങ്ങളിൽ പോവുകയോ ചന്ദ്രന് പക്ഷബലം ഇല്ലെങ്കിലോ ഒക്കെ മാനസികമായ പ്രഷർ വ്യാഴദശാകാലത്തെ ചന്ദ്രൻ്റെ അന്തർദശാകാലത്തുണ്ടാകുന്നു. ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ഈ കാലത്ത് നമുക്ക് കുറേ നേട്ടങ്ങൾ കൊണ്ടുതരുന്നതുമാണ്. ഗജകേസരി യോഗമുള്ളവർക്കെല്ലാം ഈ കാലഘട്ടം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. മാതാവിൽ നിന്നുമുള്ള ഗുണങ്ങൾ, സുഹൃത്തുക്കളിൽ നിന്നുമുള്ള ഗുണങ്ങൾ ഇതെല്ലാം ലഭിക്കുക. ചന്ദ്രൻ 4ാം ഭാവത്തിൻ്റെ കാരകന്മാരിൽ ഒരാളും കാലപുരുഷ ചാർട്ടിൽ 4ാം ഭാവത്തിൻ്റെ അധിപനുമാണല്ലോ. ആ നിലയ്ക്ക് ചന്ദ്രൻ മനസ്സിന് സുഖവും നല്ല ഭോജന സുഖവും ഒക്കെ തരുന്നു, ശരീര സൗഖ്യവും തരുന്നു. പക്ഷേ ചന്ദ്രനും വ്യാഴനും തമ്മിൽ ഒരു നല്ല ചരിത്രമല്ല ഉള്ളത്. ചന്ദ്രന് ശത്രുക്കളില്ല. വ്യാഴന് ചന്ദ്രൻ ശത്രുവോ മിത്രമോ അല്ല. എങ്കിലും വ്യാഴന് ചന്ദ്രനോട് ഒരു പഴയ കണക്ക് ബാക്കിയുണ്ട്. വ്യാഴദിശയിൽ ചന്ദ്രാപകാര കാലത്ത് നമുക്ക് ഇമോഷണലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാകാം. അത് തീർച്ചയാണ്. ചന്ദ്രാപകാരം 1 വർഷവും 4 മാസവുമാണ്. വ്യാഴദിശയിലെ അവസാനത്തെ 2 അപകാരങ്ങളാണ് ചൊവ്വയുടെയും രാഹുവിൻ്റെയും അപകാരങ്ങൾ. ഈ 2 ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളാണ്. അതിനാൽ തന്നെ ഈ അപകാരകാലത്ത് കുറച്ച് പ്രശ്നങ്ങളും വന്നു ചേരുന്നു. ചൊവ്വ ജാതകത്തിലും വ്യാഴനിൽ നിന്നും നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ കാലത്ത് അധികാര സ്ഥാനങ്ങളിലൊക്കെ ഉയർന്നു വരുവാൻ സാധിക്കുന്നു. ശത്രുക്കളെ കീഴടക്കുവാനും ഉയരങ്ങൾ കീഴടക്കാനുമൊക്കെ സാധിക്കുന്നു. കടങ്ങൾ, ലോണുകൾ ഇവയെല്ലാം സെറ്റിൽമെൻറ്റുകൾ ചെയ്യാനും ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നു. എന്നാൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതി മനസ്സിലാക്കി ഇതിനെല്ലാം ഒരു പോംവഴി കണ്ടെത്തേണ്ടതാണ്. വ്യാഴദശയിലെ ചൊവ്വയുടെ അന്തർദശാകാലം 11 മാസവും 6 ദിവസവുമാണ്. വ്യാഴദശയിൽ അവസാനമായി വരുന്ന അന്തർദശ രാഹുവിൻ്റേതാണ്. രാഹു ഒരു പാപഗ്രഹമാണല്ലോ. രാഹു ശനിയെപ്പോലെ എന്നാണ് പറയുന്നത്. അതിനാൽ വ്യാഴദശയിൽ ശനിയുടെ അന്തർദശാകാലത്തുണ്ടായ അനുഭവങ്ങൾ ഈ രാഹുദശയിലും പ്രതീക്ഷിക്കാം. എങ്കിലും ജാതകത്തിൽ ശനി നിൽക്കുന്ന പൊസിഷനിൽ അല്ലായിരിക്കുമല്ലോ രാഹു നിൽക്കുന്നത്. അതിനാൽ ജാതകത്തിലെ രാഹുവിൻ്റെ സ്ഥിതി കൂടി കണക്കിലെടുത്തിട്ട് മാത്രമേ ഈ രാഹു അന്തർദശയെ വിലയിരുത്തുവാൻ പാടുള്ളൂ. രാഹു നിൽക്കുന്നത് തൻ്റെ ശത്രുവിൻ്റെ രാശിയിലാണോ, മിത്രത്തിൻ്റെ രാശിയിലാണോ, ശത്രുവിൻ്റെ നക്ഷത്രത്തിലാണോ, മിത്രത്തിൻ്റെ നക്ഷത്രത്തിലാണോ എന്നൊക്കെ നോക്കണം. ഇതുകൂടാതെ ഏറ്റവും പരമപ്രധാനമായ കാര്യം വ്യാഴദശയിലെ 13 വർഷവും 7 മാസവും 6 ദിവസവും നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വ്യാഴദശയിലെ അവസാനത്തെ കാലഘട്ടമായ 2 വർഷവും 4 മാസവും 24 ദിവസവും വരുന്ന രാഹുവിൻ്റെ അന്തർദശാകാലം അനുഭവത്തിൽ വരുന്നത്. വ്യാഴദശയിൽ അലക്ഷ്യമായി തോന്നിയതുപോലെ ജീവിതം നയിച്ച ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഈ കാലഘട്ടം ഒരു ടാസ്ക് തന്നെയായിരിക്കും. അതുവരെ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഒരു ചെറിയ കണക്കെടുപ്പ് കാലമായിരിക്കും ഇത്. വ്യാഴദശയിലെ രാഹുവിൻ്റെ അപകാരത്തിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിരിക്കും ഈ അപകാര കാലഘട്ടത്തിൽ ഉണ്ടാവുക. മാത്രമല്ല അടുത്ത് വരുന്ന നീണ്ട 19 വർഷത്തെ ശനിദശയെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രാഹു ഇവിടെ ചെയ്യുന്നത്. അതിനാൽ എന്തു തന്നെയാണെങ്കിലും അതുവരെ നിങ്ങൾ ചെയ്തു പോന്ന കർമ്മങ്ങളിൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ 2 വർഷവും 4 മാസവും 24 ദിവസത്തെ രാഹുവിൻ്റെ അന്തർദശാകാലത്ത് നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ പരിഹാരങ്ങൾ ചെയ്തു കൊള്ളേണ്ടതാണ്. വ്യാഴദശയിൽ പറ്റിപ്പോയ സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ധർമ്മത്തിൻ്റെ ദിശയിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിടേണ്ടതാണ്. ചെയ്ത പാപങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ സദയം പൊറുക്കുവാൻ ജഗദീശ്വരനോട് അപേക്ഷിക്കേണ്ടതാണ്. അങ്ങനെ സകല പാപങ്ങളും പ്രാർത്ഥനകളിലൂടെയും ദാനധർമാദികളിലൂടെയും കഴുകിക്കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ശനിയുടെ ദിശയിലേക്ക് കടക്കുവാൻ പാടുള്ളൂ. കാരണം വ്യാഴദശയിൽ നമുക്ക് പറ്റിപ്പോയ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമയാചിച്ചാൽ വ്യാഴൻ അത് ക്ഷമിച്ചു എന്നിരിക്കും. പക്ഷേ ശനി അങ്ങനെയല്ല. ശനി ദണ്ഡനാഥനാണ്. അവിടെ മൃദുല വികാരങ്ങൾക്ക് സ്ഥാനമില്ല. നിഷ്കരുണം ശനി തൻ്റെ വിധി അവിടെ നടപ്പാക്കുക തന്നെ ചെയ്യും.
അതിനാൽ ഓർക്കുക, വേഴദശയുടെ അവസാന കാലഘട്ടങ്ങളിൽ ധാരാളം നന്മകൾ ചെയ്യുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, പ്രാർത്ഥിക്കുക, ദാനധർമാദികൾ ചെയ്യുക. നല്ലൊരു വ്യക്തിയായിട്ടായിരിക്കണം ശനിദശയിലേക്ക് നമ്മൾ കടക്കേണ്ടത്. വ്യാഴൻ ഒരു ആത്മീയ ഗ്രഹം മാത്രമല്ല, വളരെ അച്ചടക്കമുള്ള ഒരു ഗ്രഹവുമാണ്. കൂടാതെ അഡ്മിനിസ്ട്രേഷൻ പവറുള്ള ഒരു ഗ്രഹവുമാണ് വ്യാഴൻ. അതിനാൽ നമ്മൾ വേഴദശാകാലത്ത് ഒരു അച്ചടക്കവും ഒതുക്കവും പാലിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്പിരിച്വാലിറ്റിയെ വളർത്തിയെടുക്കുവാൻ പറ്റിയ കാലഘട്ടവുമാണ് വേഴദശാകാലം. ഡിസിപ്ലിനും ആത്മീയതയുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലത്ത് അച്ചടക്കമില്ലാതെ ഒരു ജീവിതം നയിച്ചാൽ തീർച്ചയായും തിരിച്ചടികളുണ്ടാകും. അതിനാൽ വേഴദശാകാലം കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ വ്യാഴനും നമുക്ക് നല്ല ഫലങ്ങൾ തന്നെ തരുന്നതായിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വന്നു ചേർന്നാലും വ്യാഴന് നല്ല ഫലങ്ങൾ തരാതിരിക്കാനാകില്ല. വിഷ്ണു ഭജനവും ആത്മീയ പ്രവർത്തനങ്ങളും സാമൂഹിക സേവനവും ഉദാര മനസ്കതയുമൊക്കെയാണ് വ്യാഴാനുകൂല്യം ലഭിക്കുവാൻ വേണ്ട കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായ കാര്യം നല്ലൊരു മനുഷ്യസ്നേഹിയായിരിക്കുക എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് വ്യാഴനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.